ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ലോ പോയിന്റ് ചാനൽ. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് കേരള ലോ എൻട്രൻസ് എക്സാമിന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്, കോഴ്സുകൾ ഏതൊക്കെയാണ്, ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ക്ലീ എൻട്രൻസ് എക്സാം എങ്ങനെ അപ്ലൈ ചെയ്യണം? കേരള ലോ എൻട്രൻസ് എക്സാമിന് അപ്ലൈ ചെയ്യേണ്ടത് CE കേരള എന്ന എൻട്രൻസ് കമ്മീഷന്റെ വെബ്സൈറ്റ് മുഖാന്തരമാണ്. CE കേരള വെബ്സൈറ്റിൽ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്തെല്ലാം ഡീറ്റെയിൽസാണ് വേണം അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പം നമ്മൾ ആദ്യം ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ഒരു യൂസർ നെയിം പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. പേഴ്സണൽ ഡീറ്റെയിൽസ്, നിങ്ങളുടെ പേര്, വിവരങ്ങൾ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, മാർക്കിൻ്റെ ഡീറ്റെയിൽസ് ഇതെല്ലാം എൻ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഒരു ഫോട്ടോ, സിഗ്നേച്ചർ. പിന്നെ നമുക്ക് എൻട്രൻസിന് ഓരോ റിസർവേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ റിസർവേഷന് അപ്രൂവ് ആയിട്ടുള്ള കാറ്റഗറീസ് ഉണ്ട്. ഇവർ അതിൻ്റെതായ രേഖകൾ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ് കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യുക. അത് എന്തെല്ലാം ഡോക്യുമെൻറ്റ്സ് ആണെന്നുള്ളത് നമ്മുടെ എൻട്രൻസ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇപ്പം OBC വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ OBC നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റും പ്രോപ്പറായിട്ട് അപ്ലോഡ് ചെയ്യുക. അതും എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് സ്റ്റേറ്റിൻ്റെ തന്നെ നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് വേണം അപ്ലോഡ് ചെയ്യാൻ. അല്ലാത്ത പക്ഷം അത് റിജക്റ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ SC ST കാറ്റഗറി, OEC കാറ്റഗറി പെട്ട വിദ്യാർത്ഥികൾ അവരുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റും ഇൻകം സർട്ടിഫിക്കറ്റും കൃത്യം കാലയളവിലുള്ള സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ എല്ലാ കുട്ടികളും തീർച്ചയായിട്ടും ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ഇതൊരു സെൻട്രലൈസ്ഡ് പ്രോസസ്സ്, ഓൺലൈൻ മോഡ് ആയതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. സാധാരണയായി കേരള ലോ എൻട്രൻസ് എക്സാം നടത്തുന്നത് ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലാണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയതുകൊണ്ട് തന്നെ എല്ലാ ജില്ലയിലും ഇതിന് സെന്റേഴ്സ് ഉണ്ട്. BTech കോളേജസ് ആണ് സാധാരണയായി സെന്ററായിട്ട് തിരഞ്ഞെടുക്കാറ്. അതുകൊണ്ട് തന്നെ എല്ലാ സ്റ്റുഡൻസിനും അവരുടെ സ്ഥലങ്ങളിൽ തന്നെ എൻട്രൻസ് എക്സാം എഴുതാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കേരള ലോ എൻട്രൻസ് എക്സാമിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കേരള എൻട്രൻസ് കമ്മീഷൻ ഇതിനൊരു ആപ്ലിക്കേഷൻ ഫീസ് വാങ്ങിക്കുന്നുണ്ട്. ജനറൽ കാറ്റഗറിയിലും OBC കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാർക്ക് 685 രൂപയും അതുപോലെ തന്നെ SC ST OEC വിഭാഗക്കാർക്ക് 385 രൂപയുമാണ് ആപ്ലിക്കേഷൻ ഫീസ് ഈടാക്കുന്നത്. അതുപോലെ തന്നെ LC, ആംഗ്ലോ ഇന്ത്യൻ, സ്പോർട്സ് കോട്ടയിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ, എക്സ് സർവീസ്മാൻ ഇവർ ആവശ്യമായ രേഖകൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ EWS എക്കണോമിക്കലി വീക്കർ സെക്ഷൻ, ജനറൽ കാറ്റഗറിയിൽ റിസർവേഷൻ കിട്ടുന്ന കാറ്റഗറിയാണ് EWS എന്ന് പറയുന്നത്. അപ്പം ഈ ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർ കൃത്യമായിട്ട് ഇതിൻ്റെ ഡോക്യുമെൻ്റ് വില്ലേജ് ഓഫീസിൽ നിന്നും കളക്ട് ചെയ്യുക. എക്സാം സമയത്ത് അല്ലെങ്കിൽ എക്സാമിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ഈ ഡോക്യുമെൻ്റ് അപ്ലൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് റിസർവേഷന് അർഹതയുള്ളൂ. കേരള ലോ എൻട്രൻസ് എക്സാമിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം അലോട്ട്മെൻറ്റ് നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് ഒരു ബേസിക് ഫീ സ്ട്രക്ചർ ഉണ്ട്. അപ്പം ഗവൺമെൻറ് കോളേജസ് ആണ് ചൂസ് ചെയ്ത് നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ 1575 രൂപ നമ്മൾ ഓൺലൈനായിട്ട് തന്നെ പേയ്മെൻറ്റ് ചെയ്യണം. ഈ ഫീസ് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് കോളേജിൽ നിന്ന് നമുക്ക് ഡിഡക്റ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിങ്ങിലെ മെറിറ്റ് സീറ്റാണ് നമുക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ 35,000 രൂപ നമ്മൾ ഓൺലൈനായിട്ട് അടയ്ക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റൂ. അല്ലാത്ത പക്ഷം ഈ അലോട്ട്മെൻറ്റ് ക്യാൻസൽ ആവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് സാധാരണ രീതിയിൽ ക്ലീയുടെ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് അവർ ഇടാറുണ്ട്. ഈ സമയത്തും നമ്മളത് ശ്രദ്ധിക്കുക, കൃത്യമായിട്ട് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുക. ഏകദേശം ജൂൺ, ജൂലൈ ആയിട്ടാണ് ആപ്ലിക്കേഷൻസ് ഇൻവൈറ്റ് ചെയ്യാറ്. എക്സാം സാധാരണ രീതിയിൽ ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലാണ് ക്ലീയുടെ എൻട്രൻസ് എക്സാം നടക്കാറ്. ഇനി കേരള എൻട്രൻസ് എക്സാമിൻ്റെ റിസൾട്ട് എന്നാണ്? സാധാരണ രീതിയിൽ സെപ്റ്റംബറിലാണ് റിസൾട്ട് ഔട്ടാവുക. അതിനുശേഷം ഒക്ടോബർ, നവംബറോട് കൂടി തന്നെ അലോട്ട്മെൻറ്റ് പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യും. അപ്പം ഈ അലോട്ട്മെൻറ്റ് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോളേജുകൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ അലോട്ട്മെൻറ്റിലെ ഓപ്ഷൻസ് കൊടുക്കാം. അതിനുശേഷം അഡ്മിഷൻ എടുക്കുന്ന കോളേജുകളിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ്സിൻ്റെ ഒറിജിനൽ കോപ്പീസ് സബ്മിറ്റ് ചെയ്യണം. അല്ലാത്ത പക്ഷം അഡ്മിഷനൊക്കെ നിങ്ങൾക്ക് നിരസിക്കാൻ സാധ്യതയുള്ളതാണ്. ഇനിയും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഈ ചാനലിലൂടെ വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യുക.
അതല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നമ്മളെ ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു ഓൾ. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് എൻട്രൻസ് എഴുതുക, വളരെ ശ്രദ്ധിച്ചെഴുതുക. നിങ്ങൾക്ക് സ്ട്രക്ചറായി പഠിച്ചു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് ഈ എൻട്രൻസ് എക്സാം ക്രാക്ക് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് മികച്ച കോളേജുകളിൽ അഡ്മിഷൻ കിട്ടുന്നതാണ്.